നമ്മൾ തൂക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു 15 വർഷം ഒരു നെൽമണി പോലും കൊഴിയില്ല എന്ന് ഉറപ്പാണ്. 15 വർഷം ഒന്നും സംഭവിക്കില്ല. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണ്? ഇന്നിപ്പോൾ കോടികൾ മുടക്കി കയറ്റുന്ന വീടുകളിലേക്ക് ആളുകൾ അന്വേഷിച്ച് നടക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഗ്യാരണ്ടി. ഞാൻ കുലുക്കുന്നു, ഒരു നെൽമണി പോലും താഴെ വീണില്ല. ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ രക്തം ഇല്ലാത്ത കുട്ടികൾക്ക് ഭക്ഷണമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ രക്തം ക്ലിയർ ആവാനും. അപ്പോൾ ചേട്ടൻ എന്താ മടഞ്ഞിട്ട് ഇത് ഫുള്ളും ഒരു 2 മീറ്ററോളം നീളത്തിൽ മടഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും അധികം താഴ്ന്നു നിൽക്കുന്ന കതിരുകളുണ്ടെങ്കിൽ മാത്രം എല്ലാ കതിരുകളും കട്ട് ചെയ്യരുത് ഒരിക്കലും. ഇത് ചുറ്റുന്നത് കൈ വേദനിക്കുന്ന തരത്തിലുള്ള ടൈറ്റിൽ ചുറ്റണം. ഇത്രയും പ്രഷറിൽ ചുറ്റുമ്പോൾ അത് അറ്റുപോകാനുള്ള സാധ്യതയില്ലേ? ഇത് നമ്മുടെ വീടുകൾ തൂക്കുന്നതിന് എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം, ഇത് മാറാല പിടിക്കും, കീടങ്ങൾ ജാസ്തി വരും എന്നൊക്കെ. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഒരുപാട് തരം കതിർക്കൊല ഇവിടെ തൂക്കിയിട്ടുണ്ട്. ഏകദേശം ഒരു 10-12 ഉണ്ട്. ഇതിൽ ഒരുപാട് ടൈപ്പ് ഉണ്ട്, അതുപോലെ ഒരുപാട് കളറിലും ഒരുപാട് സൈസിലും ഉണ്ട്. നിങ്ങളിൽ എത്ര ആളുകളുടെ വീട്ടിൽ ഈ ഒരു കതിർക്കൊലയുണ്ട് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ താഴ്ത്തുന്ന കമൻറ്റ് ചെയ്യണേ. ഗ്രീൻ മാംഗോ കസിൻസിലെ രാഹുലും അനൂപും ഇപ്പോൾ വന്നിട്ടുള്ളത് ഒറ്റപ്പാലത്ത് പനമണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ കയ്യിൽ കാണുന്ന ഈ ഒരു കതിർക്കൊല എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണാനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടിരുന്ന് കാണണം, രസമുള്ള വീഡിയോ ആയിരിക്കും. കതിർക്കൊല ഉണ്ടാക്കാനുള്ള ചുരുട്ട് അഥവാ കറ്റയാണ് എൻ്റെ കയ്യിലുള്ളത്. അത് കൊയ്തിട്ട് ഇവിടെ കൊണ്ട് ഫുൾ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് ചേച്ചിമാർ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം സൃഷ്ടാവ് കൃഷ്ണൻ ചേട്ടൻ, ഉണ്ണി കൃഷ്ണൻ ചേട്ടൻ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ചേട്ടനോട് നമുക്ക് ഈ കതിർക്കൊള്ളൻ്റെ മേക്കിംഗ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് ചോദിക്കാം. ഇതിൽ എത്ര തരം കറ്റയുണ്ട്? ഞാൻ ഇതിൽ കതിർക്കൊലയ്ക്കായിട്ട് 4 തരം. പിന്നെ ഇപ്പം ഞാൻ സ്പെഷ്യലായിട്ട് ചെയ്യുന്നത് ജീരകശാല നെല്ലിൻ്റെ നമ്മുടെ ബിരിയാണി മറ്റുള്ള ഫ്രൈഡ് റൈസ് എല്ലാം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ജീരകശാല, നാട്ടിലതിന് നെയ്ച്ചീര എന്നും പറയും. അതിൻ്റെ നെല്ല് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഓ ചേട്ടാ, മെയിനായിട്ട് കതിർക്കൊല ഉണ്ടാക്കുന്നത് ജീരകശാല. അതിന് പുറമെ ഈ വർഷം ചെയ്തുള്ള ഒരു പുതിയ വിത്താണ് മല്ലിക്കുറുവ. മല്ലിയുടെ മണിയുടെ അത്രയും വലുപ്പമുള്ള അത്രയും ചെറിയ നെല്ലാണ് മല്ലിക്കുറുവ. ഇതുകൊണ്ടും ഈ വർഷം കതിർക്കൊല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മൾ കൊയ്തിട്ട് വന്നതിന് ശേഷം ആദ്യം എന്താ ചെയ്യുക? ഇത് പാടത്തുനിന്ന് കൊയ്തിട്ട് ഇവിടെ എത്തിച്ചിട്ടുള്ളതാണ് ചുരുട്ട്. ഈ നെല്ല് നമ്മൾ കതിർക്കൊല ഉണ്ടാക്കുമ്പോൾ ഏറെ ഈട് നിൽക്കാനും പിന്നെ അധികം നെല്ല് കൊഴിഞ്ഞു പോകാതിരിക്കാനും വേണ്ടിയിട്ട്, കളർ മങ്ങാതിരിക്കാനും വേണ്ടിയിട്ട് ഇത് 4-5 ദിവസം പാടത്തിട്ട് ഉണക്കിയിട്ടാണ് വീട്ടിലേക്ക് കൊണ്ട്. മഞ്ഞും വെയിലും കൊണ്ടാലാണിത് കുറച്ച് ബല കൂടുതലാവുള്ളൂ. ഇതായത് ലേബേഴ്സിനെ കൊണ്ട് ഇതുപോലെ കതിരെടുത്ത് മാറ്റണം. അവിടെ ചേച്ചിമാരിരുന്ന് വക്കോല് വേറെ കതിര് വേറെ പിരിക്കുന്നത് കണ്ടു. അത് ചേച്ചിമാരുടെ പ്രോസസ്സ്. ഇനിയാണ് കതിർക്കൊള്ളിൻ്റെ മെയിൻ വർക്ക്. അത് ഫുള്ളായി ചെയ്യുന്നത് കൃഷ്ണൻ ചേട്ടനാണ്. ഇവിടെ നിങ്ങൾക്ക് ഫ്രണ്ടിൽ കാണാം ഒരു വർക്ക് പകുതിയായി നിൽക്കുന്നത്. അതിൻ്റെ വർക്കൊക്കെ നമുക്ക് ചേട്ടനോട് ചെയ്യിപ്പിച്ച് അതുകൂടി കാണാം. അപ്പോൾ ചേട്ടാ, ഇവിടെ ഇപ്പോൾ നമ്മൾ എത്ര തരം കതിരി കൊണ്ട് വെച്ചിട്ടുണ്ട്? ഞാൻ ഈ വർഷം 10 തരം നെല്ലാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരു ഐറ്റമാണ് ഇത് കൃഷ്ണ കൗമോദം. ഓ, കറുപ്പ് കളറാണത്. കറുപ്പ് കളർ നെല്ലാണ്. ഇതിന് നെല്ലിൻ്റെ അരി വെളുപ്പ് തന്നെയാണ്. കൃഷ്ണ കൗമോദം എന്നും അതുപോലെ കാലാജീര എന്നും പറയുന്നുണ്ട്. ഇതിന് പുറമെ രാമലി, രക്തശാലി, മല്ലിക്കുറുവ എന്നീ നെല്ലുകളും പൊന്മണി, ചുവന്ന പൊന്മണി, വെള്ളപ്പൊന്മണി, മകരം, മാപ്പിളൈ സാമ്പ മുതലായ നെല്ലുകളും കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ കതിർക്കൊല ഉണ്ടാക്കുന്നുണ്ടോ? ഏറെക്കുറെ അതിൽ നിന്നും 5 തരം നെല്ലാണ് ഇപ്പോൾ കതിർക്കൊലയ്ക്കായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്ത സ്റ്റെപ്പ് ഇതുപോലെ ഓരോ കൂട്ടുകളാക്കി അടുക്കി വെച്ചിട്ടുള്ളതാണ്. ഈ കൂട്ടുകളെ ചെയ്യുന്നത് എല്ലാം ഏകദേശം ഒരേ ലെവലിലാക്കിയിട്ട് ഇതിനകത്ത് നമ്മൾ പ്ലാസ്റ്റിക് കയർ, ഈ പ്ലാസ്റ്റിക് കയർ ഉപയോഗിക്കുന്നത് എന്താ കാരണം എന്ന് വെച്ചാൽ 10-15 വർഷം വീട് നിൽക്കാൻ ഇതിലും നല്ലൊരു സാധനമില്ല. കളറും ഇന്നും ഒരേപോലെ നിൽക്കും. പെട്ടെന്ന് ഇതിനകത്ത് നിന്ന് വേർവിട്ട് പോരുമില്ല. ചിലരെല്ലാം ഇത് വൈക്കോല് കൊണ്ട് തന്നെ കയറാക്കി കെട്ടുന്നുണ്ട്. പക്ഷെ അത് 4-5 വർഷം കഴിഞ്ഞാൽ ഈ വൈക്കോലിൻ്റെ ബലക്കുറവ് മൂലം പൊട്ടുന്നൊരു പ്രശ്നമുണ്ട്. അത് കാരണം ഞാൻ ഈ പ്ലാസ്റ്റിക് കയറാണ് അത് ഉപയോഗിക്കുന്നത്. മൊട്ടുസൂചി മുതലായവ അങ്ങനെയുള്ള തുരുമ്പ് പിടിച്ചു പോകുന്ന സാധനങ്ങളൊന്നും ഉപയോഗിക്കാതെ നമ്മുടെ കുറച്ച് ചാക്ക് നൂല് കൊണ്ട് നല്ലപോലെ ടൈറ്റിൽ കെട്ടുന്നു. അപ്പോൾ ചേട്ടൻ ആദ്യം ഈ കതിർക്കൊലിനൊക്കെ ഓരോരോ സെപ്പറേറ്റ് കുറച്ചായി കെട്ടി വെച്ചു. അതിനെല്ലാം കൂടി ഒരു പ്ലാസ്റ്റിക് കയർ വെച്ച് ഒരു ചൂടിക്കയർ വെച്ച് കെട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് അടുത്ത പ്രോസസ്സ് ഒന്ന് ഡിസൈൻ ചെയ്ത് അതുപോലെ ഒരു ഭംഗിയാക്കി എടുക്കുക എന്നുള്ളതാണ്. നമ്മളൊരു കയറിൽ തൂക്കി ഫ്രീ ആയിട്ട് തിരിയുന്ന ഒരു കയറിൽ തൂക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ ഷേപ്പ് വരുത്താൻ വേണ്ടി നമ്മളിതിൻ്റെ അധികം നിൽക്കുന്ന തണ്ടുകൾ, ഇതിൻ്റെ കതിരിൻ്റെ തണ്ട് എന്ന് പറയുന്നതിന് തണ്ട് ഞെട്ടി എന്നൊക്കെ പറയാം, കട്ട് ചെയ്ത് കളയുന്നു. പിന്നെ ഇത് വേറൊരു മാതൃക മാത്രമായിട്ടുള്ളതിൻ്റെ വേറെ സ്റ്റേജ് വരും ഇനി. അപ്പോൾ കതിർക്കൊലയിലെ കതിരെല്ലാം വെച്ച് ഒരു സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ചൂടിക്കയറി വെച്ച് ചുറ്റി. ഇനി ചെയ്യുന്നത് ഈ കണ്ടില്ലേ, ഈ ഒരു ഭംഗിയാക്കി എടുക്കുന്നത് ആ സ്റ്റേജാണ്.
കുറച്ചുകൂടി ഇതിന് ഈ കതിരുകൾ ഇതിന്ന് വേർപെട്ട് പോവുക, അതുപോലെ തന്നെ നമ്മൾ ഈ കതിർക്കൊലകൾ ദൂര സ്ഥലങ്ങളിലേക്ക് അയക്കുന്ന സമയത്ത് ഇത് കെട്ടഴിഞ്ഞു പോകുന്നൊരു പ്രശ്നമാണ് സാധാരണ നെല്ലുകൾക്ക് ഉണ്ടാകുന്നത്. ജീരകശാല പൊതുവെ നമ്മൾ മടയുമ്പോഴും പേടിച്ച് മടേണ്ട ആവശ്യമില്ല, നെല്ല് കൊഴിഞ്ഞു പോവില്ല. ഇതുപോലെ 1-2 മീറ്റർ മടഞ്ഞ് വില കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മാക്സിമം വലിപ്പം എത്ര വേണമെങ്കിലും കൂട്ടാം കുറയ്ക്കാം. അതിന് നമ്മൾ വീണ്ടും ഇതിനെ ഒരു പുറത്തുകൂടി മാക്സിമം ടൈറ്റിൽ കതിരുകൾ ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ചുറ്റുക ചെയ്യുന്നത്. ഇപ്പം ചെറുതായിട്ട് ചുറ്റുന്ന ഇത് ഏകദേശം ഒരു 1-1.5 മീറ്റർ 2 മീറ്ററോളം മടഞ്ഞ് ചുറ്റി മാക്സിമം ടൈറ്റ് ആക്കുന്നു. അതാണ് അടുത്ത സ്റ്റേജ്. മാക്സിമം നമുക്കിതെല്ലാ നെൽക്കതിരും ഏകദേശം ഒരേ ലെവലിൽ നിന്നാൽ മാത്രമാണ് ഈ കതിർക്കൊലയ്ക്ക് ഭംഗി കൂടുതൽ കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഏറ്റവും അധികം താഴ്ന്നു നിൽക്കുന്ന കതിരുകൾ ഉണ്ടെങ്കിൽ മാത്രം 1-2 കതിരുകൾ കട്ട് ചെയ്യുക. എല്ലാ കതിരുകളും കട്ട് ചെയ്യരുത് ഒരിക്കലും. ഇത് നമ്മൾ ഇതുപോലെ നേരത്തെ ചുറ്റിയ പോലെ 4-5 മീറ്റർ നീളത്തിൽ ചുറ്റുക. ആദ്യത്തെ കതിരുകളെല്ലാം കുറച്ച് ഇറക്കി ചുറ്റി പിന്നീട് വരുന്ന കതിരുകൾ മുകളിലേക്ക് കയറ്റി ചുറ്റി ഒരു 3 കതിരെടുക്കുക. 1-2-3 കതിരെടുത്ത് എത്ര കതിർക്കൊല്ലുടെ വണ്ണത്തിനനുസരിച്ചിട്ട് നമുക്ക് വലിപ്പത്തിനനുസരിച്ചിട്ട് കതിരുകളുടെ എണ്ണം കൂട്ടാം. അപ്പോൾ ചേട്ടൻ എന്താ മടഞ്ഞിട്ട് ഫുള്ളും ഒരു 2 മീറ്ററോളം നീളത്തിൽ മടഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇതിനെടുത്ത് കതിർക്കൊലയിൽ ചുറ്റാൻ തുടങ്ങും. ചൂടുകാലങ്ങളിൽ ഇതിൽ ചെറിയ നനവിലാണ് ചുറ്റാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ കൂടുതൽ ഉണങ്ങുന്ന കാരണം നെൽമണികൾ കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെറുതായി നനച്ചിട്ടാണ് ചുറ്റാൻ തുടങ്ങുന്നത്. ഇത് ചുറ്റുന്നത് മാക്സിമം നമ്മുടെ കൈ വേദനിക്കുന്ന തരത്തിലുള്ള ടൈറ്റിൽ ചുറ്റണം. ഇത്രയും പ്രഷറിൽ ചുറ്റുമ്പോൾ അത് അറ്റുപോകാനുള്ള സാധ്യതയില്ലേ? ഇല്ല. അതാണ് ഈ നെല്ലിൻ്റെ പ്രത്യേകത. 1-2 വർഷം കഴിഞ്ഞാലും വല്ല അപാകതകളും വന്നാലും ഇത് വീണ്ടും നമുക്ക് അഴിച്ചു ചുറ്റാൻ ഒരു പ്രശ്നമില്ല. ജീരകശാല നെല്ലിൻ്റെ കതിരിൻ്റെ തണ്ട് സാധാരണ നെല്ലിനേക്കാളും വളരെ വില കൂടുതലുള്ളതും നിറം നല്ല ഗോൾഡൻ കളറിൽ നിൽക്കുന്ന ഒരു നെല്ല് കൂടിയാണ്. പിന്നെ ജീരകശാല നെല്ല് ഓരോ വർഷം ചെല്ലും തോറും ഇതിൻ്റെ കളർ ഗോൾഡൻ കളർ കൂടി വരികയുള്ളൂ നെല്ലിന്. ഇത് നമ്മുടെ വീടുകളിൽ തൂക്കുന്നതിന് എല്ലാവരും ചിന്തിക്കുന്നൊരു കാര്യം, ഇത് മാറാല പിടിക്കും, കീടങ്ങൾ ജാസ്തി വരുമെന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഈ ജീരകശാലയുടെ മണം കീടങ്ങൾക്ക് ഭയങ്കര വിരോധമാണ്. അത് കാരണം കൂടുതൽ മാറാല അങ്ങനെയുള്ള സംഭവങ്ങൾ ജീരകശാല നെല്ലിലേക്ക് വരുന്നില്ല. എത്ര പഴകിയാലും നെല്ലിന് യാതൊരു കേടും സംഭവിക്കുന്നില്ല. ഈ അരിമണി കൊഴിയാനുള്ള സാധ്യതയുണ്ടോ? നെൽമണി ആളുകൾക്ക് ഇത് വാങ്ങിക്കുമ്പോൾ ഏറെ പേടി നെൽക്കതിര് കൊഴിഞ്ഞു പോകുന്ന, സാധാരണ നെല്ലുകളിലെ പോലെ കൊഴിഞ്ഞു പോകുന്ന പ്രശ്നം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് ജീരകശാലയുടെ നെല്ല് കൊഴിയുന്ന ഒരു പ്രശ്നമില്ല. സാധാരണ കതിരുകൾ നമ്മൾ മടയുന്ന ചില ആളുകൾ ഇതിൻ്റെ അടിഭാഗം കട്ട് ചെയ്യുന്നത്. ഇത് ഞാൻ ചെയ്യുന്നത് ഇത് എല്ലാ കതിരുകളും ഏകദേശം ഒരേ ലൈനിൽ അടുക്കി പെറുക്കി മടയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കതിർക്കൊലയുടെ ശരിയായ രൂപം വരും. നമ്മുടെ കതിർക്കൊലയുടെ മുഴുവൻ രൂപമായി 2-3 സ്റ്റെപ്പിലൂടെ കടന്നുപോയി നമ്മുടെ കതിർക്കൊലിൻ്റെ മേക്കിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ അതെ ഒരു ഡിഫറെൻറ്റ് കതിർക്കൊല ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ചേട്ടാ ഇതെന്താണ് ഒരു കറുപ്പ് കളറാണല്ലോ, ഇതിൻ്റെ പ്രത്യേകത? കൃഷ്ണകൗമോദം. ഇത് നമ്മൾ കൂടുതൽ കതിർക്കൊല ഒരു പരീക്ഷണാർത്ഥം ചെയ്ത് നോക്കിയതാണ്. ഇതിന് ഉള്ളിൽ വേറെ മല്ലിക്കുറവ നെല്ലും പുറത്ത് കൃഷ്ണകൗമോദം നെല്ലും. കൃഷ്ണകൗമോദം എന്ന് കാലാജീര എന്നും ഇതിന് പേര് പറയുന്നുണ്ട്. രക്തശാലി എന്ന് പറയുന്ന നെല്ല്. ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ രക്തം ഇല്ലാത്ത കുട്ടികൾക്ക് ഭക്ഷണമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ രക്തം ക്ലിയർ ആവാനും രക്തം ഉണ്ടാവാനും എല്ലാം പറ്റിയ ഒരു നെല്ലാണ് രക്തശാലി. ഇതാണ് ജീരകശാല നെല്ല്. വളരെ ചെറിയ മണികളാണ്. ഇതാണ് ജീരകശാല അരി കൊണ്ട് ഉണ്ടാക്കിയ കതിർക്കൊല. ചേട്ടാ ഇത് ചേട്ടൻ പറഞ്ഞു കൊഴിഞ്ഞേ പോവില്ലാന്ന്. എത്ര വർഷം ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും? ഇത് നമ്മൾ തൂക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു 15 വർഷം ഒരു നെൽമണി പോലും കൊഴിയില്ല എന്ന് ഉറപ്പാണ്. 15 വർഷം ഒന്നും സംഭവിക്കില്ല. അപ്പോൾ ഇതിന്റെ റേറ്റ് എങ്ങനെയാണ്? മാക്സിമം ഇതിന്റെ തണ്ടിന്റെ കളറും ഇതുപോലെ അധികം മങ്ങാതെ നിൽക്കുന്നത്. ഇതേപോലെ തന്നെ ഉണ്ടാവും 15 കൊല്ലം. റേറ്റ് ഇത് ഏകദേശം 1 മീറ്റർ റൗണ്ടാണ് ഇത് വരുന്നത്. 1 മീറ്റർ റൗണ്ട് വരുന്ന ഒരു കതിർക്കൊലയ്ക്ക് 4000 രൂപയോളം വില വരുന്നുണ്ട്. ഇതിന് എങ്ങനെയാണ് കതിർക്കൊലയുടെ സ്റ്റാർട്ടിംഗ് റേറ്റ് എങ്ങനെയാണ്? സ്റ്റാർട്ടിംഗ് റേറ്റ് 300 രൂപ, 500, 1000, 1500, 2000, 3000 അങ്ങനെയുള്ള റേറ്റിലാണ്. 300 രൂപയ്ക്ക് നമ്മൾ കതിർക്കൊലയുണ്ട് ഇവിടെ. വളരെ ചെറുതായിരിക്കും അല്ലേ? അപ്പോൾ 300 രൂപ മുതൽ 4000 രൂപയ്ക്ക് മേലെ വരെ കതിർക്കൊല ഇവിടെ ഉണ്ട്. അപ്പോൾ വേണ്ടവർ ചേട്ടനെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇത് എത്ര ഏകദേശം 6 കിലോളം വെയിറ്റ് വരുന്നുണ്ട്. വെറുതെ അല്ല, എനിക്ക് തൂക്കി നിൽക്കുമ്പോൾ കൈ കടഞ്ഞത്. 6 കിലോ വെയിറ്റ് ഉണ്ട്. രാമലി എന്നാണ് ഈ നെല്ലിൻ്റെ പേര്. ബ്രൗൺ കളറിലുള്ള നെല്ല്. ഇതിൻ്റെ പുറത്തു കൂടി ഒരു വെള്ള വര പോലെ ഒരു കവറിങ് കൂടിയുണ്ട്. വയനാട്ടിലും മറ്റും പറഞ്ഞ പോലെ കൊഴിയുന്ന ഒരു സമ്പ്രദായമല്ലേ. തീരെ നെല്ല് കൊഴിയാത്തൊരു കതിർക്കൊല ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്.
ചേട്ടാ നമ്മൾ ഈ കതിർക്കൊലയെല്ലാം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം? നമ്മൾ എപ്പോഴാണ് അത് ഉണ്ടാക്കി തുടങ്ങിയത്? എങ്ങനെയാണ് ഇത് എന്തിനാണ് നമ്മൾ? പഴയ കാലത്ത് പഴയ മനകൾ, തറവാടുകൾ അങ്ങനെയുള്ള അവരൊക്കെയാണ് കൃഷി കൂടുതൽ ചെയ്തിരുന്നത്. അപ്പോൾ അവർ വീട്ടിനകത്ത് നെല്ല് ഒരു ഐശ്വര്യത്തിന് വേണ്ടിയിട്ട്, പിന്നെ നമ്മുടെ ഇതിന് വേറൊരു ഉപയോഗം കൂടി ഉണ്ടായിരുന്നു. ഒരു 1-2 വർഷം കഴിഞ്ഞാൽ അതിന് ഗുണം കൂടിക്കഴിഞ്ഞാൽ ഇതിന് മലര് വറക്കുമ്പോൾ നല്ലപോലെ മലര് പൊരിഞ്ഞ് കിട്ടിയിരുന്നു. പിന്നെ ഏറെ ഇത് പഷ്ണിക്കാലത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കരുതൽ ആയിട്ട് ചെയ്തിരുന്നതാണ് ഈ കതിർക്കൊല എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് പാടങ്ങളിൽ നിന്നും കൊയ്ത്ത് കഴിഞ്ഞ് പറക്കിയെടുക്കുന്ന കതിരുകളാണ് ഇത് മടയാൻ ഉപയോഗിച്ചിരുന്നത്. അന്ന് തൊഴിലാളികൾ വേറെ തൊഴിലൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് കതിര് പറക്കിയെടുത്ത് കൊണ്ടുവന്ന് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ മടഞ്ഞ് ഈ വലിയ വലിയ മനകളിലും എല്ലാം ഉള്ള ആളുകൾക്ക് കാഴ്ച വെച്ചിരുന്നു. അപ്പോൾ അവർക്കൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല, മനകളിലുള്ളവർക്ക്. അപ്പോൾ തൊഴിലാളികൾക്ക് ഇത് ഉണ്ടാക്കാൻ കഴിയുമ്പോൾ അവർ വളരെ അത്ഭുതമായിട്ട് ഇത് കെട്ടിത്തൂക്കി വെച്ചിരുന്നതാണ്. ഇന്നിപ്പോൾ കോടികൾ മുടക്കി കയറ്റുന്ന വീടുകളിലേക്ക് ആളുകൾ അന്വേഷിച്ച് നടക്കുകയാണ്. പല സ്ഥലങ്ങളിലും സാധാരണ കാണുന്ന ഗുരുവായൂർ, കാടാമ്പുഴ, മൂകാംബിക അങ്ങനെയൊക്കെയുള്ള അമ്പലങ്ങൾ, തൃപ്രയാർ അങ്ങനെയുള്ള അമ്പലങ്ങളാണ്. അവിടെ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇത് ഇത്രയും ക്വാളിറ്റിയുള്ള ഒരു കതിര് കിട്ടുന്നില്ല ആർക്കും. ഇതറിഞ്ഞ് പല ആളുകളും ചോദിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അത്ര സുലഭമായിട്ട് കൊടുക്കാൻ കഴിയില്ലെങ്കിലും പരമാവധി ആളുകളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. 12 കൊല്ലം ഗ്യാരണ്ടി തരുന്നു പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും വിശ്വസിച്ചില്ല. പക്ഷേ 13 കൊല്ലമായിട്ട് ഈ വീട്ടിൽ തന്നെ പെർമനൻ്റായി തൂക്കി വെച്ചൊരു കതിർക്കൊലയുണ്ട്. ഇത് ചേട്ടൻ ആദ്യം ചെയ്ത കതിർക്കൊലയാണ്. അത് കാണിച്ചു തരാം. അതെ, മുകളിൽ ഇത് 13 കൊല്ലമായി. ഇതാണ് ഇതിൻ്റെ ഗ്യാരണ്ടി. ഞാൻ കുലുക്കുന്നു, ഒരു നെൽമണി പോലും താഴെ വീണില്ല. അപ്പോൾ ഗ്രീൻ മാംഗോ കസിൻസ് ഒറ്റപ്പാലം പനമണ്ണ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു. ഈ കതിർക്കൊലയൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ കണ്ടു. അപ്പോൾ ഇവിടെ ചേച്ചിമാരിപ്പോഴും അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ നല്ല രസമുള്ളൊരു വീഡിയോ ആണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എത്തിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ രസകരമായിട്ടുള്ള ഒരുപാട് വീഡിയോസും നമ്മുടെ ട്രാവൽ വീഡിയോസും എല്ലാം ഈ ചാനലിൽ വരുന്നുണ്ട്. പെട്ടെന്ന് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഇത് കാണാത്ത ആളുകൾക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. ആവശ്യമുള്ളവർ താഴത്ത് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് വിളിച്ച് ആവശ്യമുള്ളവർ ഇത് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.